നമസ്കാരം. പശു വളർത്തൽ എന്ന ഏറെ കഠിനാധ്വാനം നിറഞ്ഞ തൊഴിൽ രംഗത്ത് സ്വയം സന്നദ്ധയായി രംഗത്ത് വന്ന് അതിലൂടെ നേട്ടങ്ങൾ കണ്ടെത്തി സ്വയം വരുമാനം കണ്ടെത്തി മുന്നേറുന്ന ക്ഷീര കർഷകയാണ് വള്ളിത്തോട് വാഴയിൽ സുനിത എന്ന യുവതി. അവർക്ക് സംസ്ഥാന ക്ഷീരവികസന വകുപ്പിൻ്റെ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. സുനിത ഇന്ന് ഏജനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ക്ഷീര മേഖലയിൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു കാര്യം എന്താണ്? ഇറങ്ങണം തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ പഞ്ചായത്തിന് കെട്ടിയാൻ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു പശുവിനെ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ പഞ്ചായത്തിന് അപേക്ഷ വെച്ചു. എനിക്ക് തൊഴുത്ത് കിട്ടിയപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പശുവിനെ വാങ്ങി. അങ്ങനെ ആദ്യം ഒരു പശുവിനെ തുടങ്ങി. പിന്നെ അങ്ങനെ ഇതിലോട്ട് തന്നെ പിന്നെ തൊഴിലുറപ്പ് ഉപേക്ഷിച്ചു. പശു വളർത്തൽ തന്നെ ലാഭം. ഇപ്പോൾ എത്ര പശുവുണ്ട്? എന്താണ് അതിൻ്റെ ഒരു ദിവസത്തെ ഒരു രീതി എങ്ങനെയാണ്? കുറച്ച് നല്ല അധ്വാനം വേണ്ടുന്ന ഒരു തൊഴിലാണ്. അധ്വാനം വേണം. രാവിലെ ഞങ്ങൾ 4 മണിയാകുമ്പോൾ 3:45 എഴുന്നേക്കും. എല്ലാം അത് 4 മണിയാകുമ്പോൾ തൊഴുത്തിൽ വന്ന് കുളിപ്പിച്ച് ചാണകം വാരി കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ, ഞാനും ഭർത്താവും കൂടെ രണ്ടുപേരും കൂടി ചെയ്യുക. കുളിപ്പിച്ച് എല്ലാം കഴുകി കാലിത്തീറ്റെല്ലാം കൊടുത്ത് കറന്നു. 5:45 പാലും വണ്ടി വരും. പാല് വന്നിട്ട് കൊണ്ടുപോകും. പിന്നെ തീറ്റയെല്ലാം കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ എല്ലാം കഴിയും. പിന്നെ അത് കഴിഞ്ഞ് പുല്ലിന് പോകും. പുല്ലിന് പോയി വന്ന് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച വരെ 1:30-2 മണിയാകുമ്പോൾ പിന്നെ വീണ്ടും തുടങ്ങും കുളിപ്പിക്കൽ, കറന്ന് പാല് കൊടുത്ത് പിന്നെ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ. ദിവസം എത്ര ലിറ്റർ വരെ പാൽ അളക്കാൻ കഴിയും? ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു 50-60 ഇപ്പോൾ കറക്കുന്നുണ്ട്. ഇപ്പം കറവ കുറവാണ്. ഇപ്പം എല്ലാവരും പ്രസവിക്കാനായിട്ട് അടുത്ത മാസം ഒരാൾ പ്രസവിക്കും, അത് കഴിയുമ്പോൾ ഒരാൾ പ്രസവിക്കും, അങ്ങനെ ചെനയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പശു പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായും ഇതിൻ്റെ തീറ്റ ലഭ്യമാകാനുള്ളൊരു പ്രയാസം, പുല്ല് കിട്ടണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അധ്വാനം? ഞങ്ങളിപ്പോൾ ഇച്ചിരി പാട്ടത്തിന് ഇങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ വൈക്കോൽ ഇറക്കി വെക്കും ഇതേപോലെ. പിന്നെ ഓരോ പറമ്പിൽ അവർ ചോദിച്ചിട്ട് അവരോട് ചെത്തിക്കൊന്നിട്ട് അങ്ങനെ ഒഴിച്ചെത്തും. പിന്നെ വഴി സൈഡിൽ നിന്നായാലും പിന്നെ വൈക്കോൽ ഇറക്കി അങ്ങനെ. ഈ ക്ഷീരവികസന വകുപ്പിൻ്റെ ഒരു പ്രോത്സാഹനം എങ്ങനെ? ഇപ്പോൾ അവാർഡ് കിട്ടി, നല്ലതാണ്. അവരെ കുറേ അവരെ പിന്തുണയാണ്. എങ്ങനെയൊക്കെയാണ് അവരുടെ പിന്തുണ എന്ന് പറയുന്നത്? എങ്ങനെയൊക്കെ അവർ നമുക്ക് ഇപ്പം എന്തൊരു ആവശ്യത്തിനായാലും നമ്മൾ സഹായത്തിന് വിളിച്ചാലും അവരെത്തും. ഇപ്പം എന്തിന് കാര്യത്തിനും ഇത് സാധനം എത്തിക്കാനായാലും സൊസൈറ്റിയിലായാലും വാർഡ് മെമ്പറായാലും എല്ലാം നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. എല്ലാത്തിനും എന്ത് കാര്യത്തിനും വിളിച്ചാലും നമുക്ക് സഹായം ചെയ്തു തരും. ഈ രംഗത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി ജോലിക്കാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അതൊന്ന് മാറി ഇങ്ങനെ ഒരു കുറച്ചുകൂടി അധ്വാനമുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? പശുവിനോട് ഇഷ്ടം കൊണ്ടാണ്. ആ തുടക്കത്തിൽ എത്ര പശുക്കളുണ്ടായിരുന്നു? ഒരു പശുവിന് പ്രസവിച്ചിട്ട് 1.5 മാസമായപ്പോൾ ഒരു പശുവിന് കിടാവിനെയും വാങ്ങിയതാണ്. ഇവിടുന്ന് ആളുകൾ പാല് വാങ്ങാൻ വേണ്ടി വരുമോ? വ്യക്തിപരമായി ഒന്നുമില്ല, പുറത്ത് കൊടുക്കുന്നില്ല, എല്ലാം സൊസൈറ്റിക്ക് കൊടുക്കും. സൊസൈറ്റിയുടെ ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഒരു പ്രോത്സാഹനം എങ്ങനെ? കുടുംബാംഗങ്ങൾ നല്ലതന്നെ. ഞാനും ഭർത്താവും മോളും അടങ്ങുന്ന. മോളിപ്പം പഠിക്കാൻ പോയിട്ട് ഇപ്പം വന്നേ ഞാനും ഭർത്താവും രണ്ടുപേരും ഒന്നിച്ച് ഒരേപോലെ സഹായം ചെയ്യുന്നു. രാവിലെ രണ്ടുപേരും കൂടി ഒന്നിച്ച് കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് വറന്നിട്ട് പണിക്ക് പോകുന്നത്. ഇനി ഉച്ചക്ക് കറക്കേണ്ട ടൈമാവും വരും. വന്നിട്ട് കറന്ന് പാല് കൊടുത്ത് പിന്നെ രണ്ടുപേരും കൂടി പുല്ലിന് പോകും. ഇപ്പോൾ പരിമിതമായ ഒരു സ്ഥല സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും ഒരു നേട്ടം ഉണ്ടാക്കുന്നത്. ആ പരിമിതി എങ്ങനെ മറികടക്കുന്നത്? ഒന്നും വഴിയില്ല. നമുക്ക് സ്ഥലമില്ല. സ്ഥലം ഉണ്ടാകും കുറച്ചും കൂടി ഒരു ഇതാവും. ഇപ്പം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പുല്ലിൻ്റെ വിഷമം. ഈ ക്ഷീര വ്യവസായ മേഖലയിൽ, പശു വളർത്തലിൽ അധികം ആളുകൾ കടന്നു വരാത്തൊരു മേഖലയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അധ്വാനം ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കാം തുടങ്ങിയവർ തന്നെ പലപ്പോഴും പാതി വഴിയിൽ നിർത്തിപ്പോയ ചരിത്രവും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഉറച്ചു നിൽക്കണമെന്ന് തോന്നുന്നത് അത് വരുമാനം എന്നുള്ളൊരു ഘടകം മാത്രമായിരിക്കില്ല. ഇതിനോടൊരു സ്നേഹം, ഒരു പാഷൻ. സ്നേഹമാണ്. പിന്നെ നിർത്തി പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇവരെ നോക്കാൻ തുടങ്ങിയാൽ നമുക്ക് എവിടെയും ഒരു കാര്യത്തിന് പോകാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു കല്യാണം വീട്ടിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എവിടെ എന്തിന് ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് തിരിച്ചിവിടെ എത്തേണ്ട ടൈമാവും. ബാക്കി നമുക്ക് എന്ത് കാര്യമായാലും പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആയാലും വരാം. ഇതിപ്പം രാവിലെ ഉച്ചക്ക് കൃത്യം കറക്കേണ്ട ടൈമിനെത്തണം, വൈകുന്നേരം തീറ്റ കൊടുക്കേണ്ട ടൈമിനാക്കണം. അതുകൊണ്ട് എവിടെയും പോയി ഒരു കുടുംബത്തിലോ എവിടെയും പോയി നിൽക്കാൻ പറ്റൂല. അല്പം ഈ സ്വന്തം കാര്യങ്ങൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. യാത്രകൾ ഒന്നും ഒഴിവാക്കുന്നില്ല. അപ്പോൾ ഈ പുരസ്കാര നിർണയത്തിന്റെ ഭാഗമായിട്ട് ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നോ? ബ്ലോക്കിൽ നിന്ന് വന്നു. അവര് എങ്ങനെയാണ് വിലയിരുത്തിയത്? അവാർഡ് അവര് നല്ലത് തന്നെ പറഞ്ഞു. കുഴപ്പമില്ല, അവരെത്തുണ്ട്.
അവരുടെ ഒരു പ്രോത്സാഹനം എങ്ങനെ? അവരും നല്ല തന്നെയാണ്. അവർ അധികം ഇടയ്ക്കൊക്കെ വരുത്തുണ്ടായിരുന്നു. അതിൽ മാസത്തിലൊന്ന് വന്ന് നോക്കി പോക്കുണ്ടായിരുന്നു, വിളിക്കും എല്ലാം അന്വേഷിക്കും. ഇനിയിപ്പോൾ ഈ മേഖലയിൽ കുറച്ചുകൂടി മുന്നേറണമെന്നുള്ള ലക്ഷ്യം, ഇപ്പോൾ അവാർഡൊക്കെ കിട്ടി, നാട് ശ്രദ്ധിച്ചു തുടങ്ങി. എന്തായാലും പോയില്ല, മുന്നോട്ട് തന്നെ പോവുള്ളൂ. അവാർഡ് ലഭിച്ചു, നാട് ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ ഇനി കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്, പുറകോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇനി എങ്ങനെ ഇതിനൊന്ന് മെച്ചപ്പെടുത്തണം എന്നാണ് മനസ്സിലുള്ളത്? പിന്നെ എങ്ങനെ മെച്ചപ്പെടുത്തണമെന്ന് വെച്ചപ്പോൾ സാമ്പത്തികത്തിൻ്റെ പ്രശ്നവും ഉണ്ട്. എന്നാലും ഒന്ന് നോക്കാം. നോക്കാം. ഏതായാലും ഈ രംഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്നതിന് എല്ലാവിധ ആശംസകളും. ഓക്കെ. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.